ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് വളരെ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ഫുഡ് ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് വീട്ടിൽ നിന്നിട്ട് ബിസിനസ് തുടങ്ങണം എന്നുണ്ട്. പക്ഷെ ഒത്തിരി പേര് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഏത് ബിസിനസ് തുടങ്ങണം എന്ന് ഐഡിയ ഇല്ല. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല, നമുക്ക് നഷ്ടം വരാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ്. വെറും 100 രൂപയ്ക്ക് പോലും നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓൺലൈൻ വഴി മാത്രമല്ല, ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് ബിസിനസ്സിൽ. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ഫുഡ് ബിസിനസ്സിലോട്ട് ആണ് ഇറങ്ങുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാൻ അറിയാം, ചിലവർക്കാണെങ്കിൽ ബേക്കറി ആയിരിക്കും, ചിലവർക്കാണെങ്കിൽ ഫുഡ് ബിരിയാണി, അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫുഡ് ഐറ്റംസ് ഫോക്കസ് ചെയ്യാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. നല്ല പോസ്റ്റർ തയ്യാറാക്കുക. നമ്മളിപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. എന്നിട്ട് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് വഴി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ഓർഡർ പിടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, വാട്സപ്പ് ബിസിനസ്. അതുവഴി നമ്മുടെ 10 കിലോമീറ്റർ പരിധിയിലൊക്കെ പരസ്യം കൊടുക്കാൻ പറ്റും, ആഡ് കൊടുക്കാൻ പറ്റും. വെറും 100 സംതിങ് രൂപ മാത്രം മതിയാകും. ആ രീതിയിൽ നമ്മൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല, കാരണം ഓർഡർ കിട്ടിയ ശേഷം നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അയച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ലൈസൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫുഡ് ബിസിനസ് തുടങ്ങണം, പക്ഷേ മാർക്കറ്റിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതായത് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെ ഡീലേഴ്സിനെ കണ്ടെത്തും, എങ്ങനെ കറക്റ്റായിട്ട് ഓഫ്ലൈൻ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യും, എന്തൊക്കെ ലൈസൻസ് വേണം, അങ്ങനെ സെറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് തുടങ്ങാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താഴെ വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലോട്ട് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സിലബസ് അയച്ചു തരും കേട്ടോ. ഇനി 2 ദിവസം കൂടിയല്ലേ നമ്മുടെ ട്രെയിനിങ്ങിന്. അപ്പം എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ടാവും. ലൈവ് ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് സംസാരിക്കാം. ഒപ്പം തന്നെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ്, വാട്സപ്പ് സപ്പോർട്ടും അവൈലബിൾ ആണ്. 1500 രൂപയാണ് നമ്മുടെ ഈ ഒരു ഫുഡ് ട്രെയിനിങ്ങിന് വരുന്നത്. ഇത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. നോർമലി 2000 റുപ്പീസാണ്. ഇപ്പോൾ ഓഫറിനായിട്ടാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് ചെയ്യണം പക്ഷേ മാർക്കറ്റിംഗ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങളുടെ ഫുൾ ഹെൽപ്പ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഫുഡ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തുടങ്ങുക. മാർക്കറ്റിംഗ് ഹെൽപ്പും ബാക്കിയുള്ള ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൈസൻസും എല്ലാ ഡീറ്റെയിൽസിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.